ഇന്ന് കർക്കിടകം ഒന്നാണ്. രാമായണ മാസമെന്നാണ് കർക്കിടകം അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഇതിഹാസമായ രാമായണം ശരിക്കും യഥാർത്ഥത്തിൽ നടന്നത് തന്നെയാണോ എന്ന തർക്കങ്ങൾ കുറെ കാലങ്ങളായിട്ട്, ഒരുപക്ഷെ നൂറ്റാണ്ടുകളായി തന്നെ ഉണ്ടെന്ന് പറയേണ്ടി വരും. മഹാഭാരതവും രാമായണവുമാണ് ഭാരതീയ ഇതിഹാസങ്ങളെന്ന് അറിയപ്പെടുന്നത്. രാമായണത്തിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നടന്നതാണോ, അതോ ഒരു കവിയുടെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരന്റെ ഭാവനയിൽ തോന്നിയ കാര്യങ്ങളാണോ? രാമന്റെ യാത്ര എന്നാണ് രാമായണം എന്ന വാക്കിന്റെ അർത്ഥം. വാൽമീകി മഹർഷി രചിച്ച രാമായണമാണ് ഇന്ന് കാവ്യ രൂപത്തിൽ നമ്മൾ കാണപ്പെടുന്ന രാമായണം. ഈ രാമായണമാണ് ആദ്യ കൃതി അല്ലെങ്കിൽ കാവ്യ രൂപത്തിലുള്ള ആദ്യ കൃതി എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആദിമ കാവ്യമെന്ന് രാമായണം അറിയപ്പെടുന്നു. ഞാൻ ഈ പറയുന്നത് ഇന്ത്യയിലെ കാര്യത്തെക്കുറിച്ചല്ല, ലോകത്ത് തന്നെ ആദ്യമായി കാവ്യ രൂപത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ളത് രാമായണമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ തന്നെ ആദിമ കാവ്യമെന്നും രാമായണം അറിയപ്പെടുന്നു. ഇന്നുപോലും ഈ രാമായണം പോലെ ഒരു കാവ്യം എഴുതുക എന്ന് പറയുന്നത് ഏറെക്കുറെ വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. പക്ഷെ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എത്രത്തോളം സാംസ്കാരികമായി ഉയർന്നു നിന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇത്തരത്തിൽ കലകൾക്കും അല്ലെങ്കിൽ കലാകാരന്മാർക്കും എഴുത്തുകാർക്കും കവികൾക്കുമൊക്കെ വലിയ പ്രാധാന്യം അക്കാലത്ത് ഉണ്ടായിരുന്നു. ഈ രാമായണം എന്ന് പറയുന്നത് മഹത്തായ സീതാ ചരിത്രവും രാവണ ചരിത്രവുമൊക്കെ കൃത്യമായും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കൃതിയാണിത്. മഹത്തായ ധർമ്മ സംരക്ഷണത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് വാൽമീകി രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാൽമീകി രാമായണമാണ് ആദ്യത്തെ രാമായണമെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ അതുമല്ല. വാൽമീകി രാമായണത്തിന് മുമ്പ് തന്നെ രാമകഥയെ അടിസ്ഥാനമാക്കിയുള്ള ആഖ്യാനങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നു. ആ ആഖ്യാനങ്ങൾ ലഭ്യമല്ലാത്തതിനാലാണ് വാൽമീകി രാമായണം രാമകഥയുടെ ഏറ്റവും പ്രാചീനമായ രൂപമാണ് എന്ന് കരുതപ്പെടുന്നത്. അതായത് ആദിമ കാവ്യമെന്ന് നമ്മൾ വാൽമീകി മഹർഷിയുടെ ഈ കാവ്യത്തെ വിശേഷിപ്പിക്കുമ്പോൾ തന്നെ രാമായണം എന്ന് പറയുന്നത് അതിനും മുമ്പ് നിലനിന്നിരുന്നു, അല്ലെങ്കിൽ അതിനും മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നുകൂടി നാം മനസ്സിലാക്കണം. ഒരു നൂറ്റാണ്ടിന് മുൻപ് മാത്രമാണ് ഈ പാശ്ചാത്യ ലോകത്ത് രാമായണം അറിയപ്പെട്ടു തുടങ്ങുന്നത്. ഇതിനെക്കുറിച്ച് നിരവധി പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇന്ത്യൻ ചരിത്രകാരന്മാരും പിൽക്കാലത്ത് രാമായണത്തെപ്പറ്റി ശാസ്ത്രീയമായിട്ടൊക്കെ പഠിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് 100 വർഷത്തെയോ 200 വർഷത്തെയോ മുമ്പത്തെ കാര്യമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഒരു 1000 വർഷം മുമ്പുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പോലും ഇന്ന് വളരെ പ്രയാസമാണ്. 500 വർഷം മുമ്പുള്ള ചരിത്രത്തെയും ഒരു 300 വർഷം മുമ്പത്തെ ചരിത്രത്തെയും നമുക്ക് മനസ്സിലാക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. ഒരു ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ, ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് നമ്മുടെ തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന രാജാവ് ഭരിച്ചിരുന്നത്. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നടന്ന സംഭവങ്ങളിൽ പോലും ചരിത്രകാരന്മാർക്കിടയിൽ ഇപ്പോഴും തർക്കങ്ങളുണ്ട്. 8 വീട്ടിൽ പിള്ളമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടുണ്ടായ കുറെ സംഭവങ്ങളിലുമൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ചരിത്രകാരന്മാർക്കിടയിൽ ഇപ്പോഴുമുണ്ട്. ഒരു ചെറിയ ഉദാഹരണം മാത്രമാണിത്. 100 വർഷമോ 200 വർഷമോ 300 വർഷമോ മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലും നമുക്ക് അതിന്റെ വസ്തുതകൾ ചികഞ്ഞെടുക്കുമ്പോൾ വലിയ പ്രയാസമുണ്ട് എന്നിരിക്കെ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യത്തെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക? പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് വൈദേശിക ആക്രമണങ്ങൾക്ക് ഇന്ത്യ ഇരയായിട്ടുണ്ട്. ഈ പുരാതന കാലത്ത് ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടങ്ങളായിരുന്നു. ഭരണം നിർവഹിക്കുന്നതിനും അതുപോലെ സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നതിനും ഒരു നാട് അറിയപ്പെടുന്നത് പോലും ഒരു ക്ഷേത്രത്തിന്റെ പേരിലായിരുന്നു. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ അത്തരത്തിലുള്ള നഗരങ്ങൾ ഒരുപാട് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ പലപ്പോഴും വൈദേശിക ആക്രമണങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പലതരത്തിലും നമ്മുടെ പല പുരാതനമായ ക്ഷേത്രങ്ങളും നഗരങ്ങളും ഒക്കെ തകർന്നു പോയിട്ടുണ്ട്. അതിൽ നമ്മൾ ഇന്ന് വിലപിച്ചത് കൊണ്ടോ സങ്കടപ്പെട്ടത് കൊണ്ടോ ഒന്നും കാര്യമില്ല. അത്തരത്തിൽ ലോകത്തെ എല്ലായിടത്തും പല സംസ്കാരങ്ങളും തകർന്നു പോയിട്ടുണ്ട്. അമേരിക്കയിലും അല്ലെങ്കിൽ യൂറോപ്പിലും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലും ഒക്കെ അവിടെ ഉണ്ടായിരുന്ന പല പ്രാദേശിക ജനവിഭാഗങ്ങളെയും വംശനാശം തന്നെ ചെയ്തു കളഞ്ഞു. അവരുടെ അവശേഷിപ്പുകൾ പോലും അവിടെ ഇല്ല. എന്നാൽ നമ്മുടെ രാജ്യത്തേക്ക് വന്ന പല വൈദേശികരും അല്ലെങ്കിൽ വിദേശ സൈന്യങ്ങളും ഇവിടെ ആക്രമണങ്ങൾ നടത്തിയപ്പോൾ നമുക്കതിനെ പലയിടത്തും ചെറുത്ത് നിൽക്കാൻ സാധിച്ചത് കൊണ്ടാണ് ഇന്ന് പലതും ഇവിടെ അവശേഷിക്കുന്നത് എന്ന് മാത്രം പറയാം. ഇന്ത്യയിലും ശ്രീലങ്കയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും അതുപോലെ നേപ്പാളിലും ഒക്കെ ആയിട്ട് രാമായണത്തെക്കുറിച്ചുള്ള ധാരാളം എവിഡൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത.
പക്ഷെ അത് പലതും തകർക്കപ്പെട്ടു. ഒന്നാമത്തെ കാര്യം, ഈ പുരാതന കാലത്തെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അതിസമ്പന്നമായിരുന്നു. ധാരാളം സമ്പത്ത് അവിടെ കുമിഞ്ഞുകൂടിയിട്ടുണ്ടായിരുന്നു. സ്വർണങ്ങളും രത്നങ്ങളും വജ്രങ്ങളും വിലമതിക്കാനാകാത്ത ഒരുപാട് വസ്തുക്കളും വിഗ്രഹങ്ങളും അല്ലെങ്കിൽ സ്വർണ്ണ തളികകളും പാത്രങ്ങളും വെള്ളി പാത്രങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വിലമതിക്കാനാകാത്ത സമ്പത്ത് പല പുരാതന ക്ഷേത്രങ്ങളിലും ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമുക്കിപ്പോൾ നമ്മുടെ ജഗന്നാഥ ക്ഷേത്രം, പുരി ക്ഷേത്രം എടുക്കാം, നമ്മുടെ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം എടുക്കാം. ഈ രണ്ട് ക്ഷേത്രങ്ങളിലും കണക്കിൽപ്പെടാത്ത എത്രയോ സമ്പത്ത്, നമുക്ക് വിലമതിക്കാനാകാത്ത സമ്പത്തുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ഇത്രയും വലിയ സമ്പത്ത് അവിടെ ഉണ്ടായിരുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ക്ഷേത്രത്തെ വിദേശ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് കഴിഞ്ഞതുകൊണ്ടാണ്. അപ്പോ എന്തിനാണ് ഈ വിദേശികൾ ക്ഷേത്രങ്ങളെ ആക്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ പ്രധാനമായി സമ്പത്തിന് വേണ്ടിയിട്ടായിരുന്നു. രണ്ടാമത് അവരവരുടേതായ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഈ സമ്പത്തിന് വേണ്ടിയിട്ട് ആക്രമിക്കാൻ കാരണം ഈ ക്ഷേത്രങ്ങളൊക്കെ തന്നെ ഒരുപാട് സമ്പത്തുകൾ ഉണ്ടായിരുന്ന പ്രദേശങ്ങളായിരുന്നു. സമ്പത്ത് മാത്രമല്ല, അറിവും അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോ പല ക്ഷേത്രങ്ങളോടും ചേർന്ന് തന്നെ പഠനശാലകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഈ കാന്തളൂർ ശാല എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ നളന്ദ, തക്ഷശില എന്നൊക്കെ പറയുന്നത് ഒരു ക്ഷേത്രമോ അല്ലെങ്കിൽ ഒരു ആരാധനാ സമ്പ്രദായമോ അതുമായി ബന്ധപ്പെട്ടോ ഉണ്ടായിട്ടുള്ള ഒരു വിദ്യാലയമാണ് ഇത്തരത്തിലുള്ള സർവകലാശാലകൾ. അപ്പോൾ ഒരു ആരാധനാലയവുമായി ബന്ധപ്പെട്ട് അതിനോടൊപ്പം തന്നെ ഒരു വിദ്യാലയം കൂടി ഉണ്ടായിരുന്ന ഒരു കൾച്ചറൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ തന്നെയാണ് പുരാതനമായ പല ഗ്രന്ഥങ്ങളും കണ്ടെത്തലുകളും അക്കാലത്ത് നടന്ന റിസർച്ചുകൾ, അക്കാലത്ത് പലരുടെയും പരിശ്രമ ഫലമായി കണ്ടെത്തിയ വസ്തുതകളൊക്കെ രേഖപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഒരു ക്ഷേത്രം ആക്രമിക്കപ്പെടുമ്പോൾ ഇതൊക്കെ നശിപ്പിക്കപ്പെടുകയോ കൊള്ള ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ പല പുരാതനമായ വിഷയങ്ങളെ കുറിച്ചുള്ള നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള എവിഡൻസും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഹിന്ദു, ബുദ്ധ, ജൈന വിഭാഗവുമായി ബന്ധപ്പെട്ട് ധാരാളം പുരാതന ഗ്രന്ഥങ്ങൾ നശിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ശ്രീലങ്കൻ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് 1400-ലധികം ക്ഷേത്രങ്ങൾ ശ്രീലങ്കയിൽ മാത്രം പോർച്ചുഗീസുകാർ തകർത്തിട്ടുണ്ട്. 1400-ലധികം ക്ഷേത്രങ്ങൾ, ഏതാണ്ട് 1000-ഓളം ക്ഷേത്രങ്ങൾ ഗോവയിൽ മാത്രം പോർച്ചുഗീസുകാർ തകർത്തിട്ടുണ്ടെന്നും ചില കണക്കുകളിൽ പറയുന്നുണ്ട്. പക്ഷെ ശ്രീലങ്കയുടേത് ഒഫീഷ്യൽ ആയിട്ടുള്ള കണക്കാണ്. അത്തരത്തിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ശ്രീലങ്കയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഇന്ത്യയിലും അല്ലെങ്കിൽ ഇന്തോനേഷ്യയിലും മലേഷ്യയിലും കംബോഡിയയിലും ഒക്കെ ആയിട്ട് തകർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ വലിയ അറിവുകൾ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെ പറയേണ്ടി വരും. അത് അവിടെ നിൽക്കട്ടെ. നമ്മുടെ രാമായണത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ രാമായണത്തെ കുറിച്ചുള്ള എവിഡൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. രാമായണവുമായി ബന്ധപ്പെട്ട് പുരാതന കാലത്ത് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരുന്ന പല ഭൂപ്രദേശങ്ങളും ഇക്കാലത്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിലൊന്നാണ് ഉത്തർപ്രദേശിലെ അയോധ്യ. രാമന്റെ ജന്മദേശം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ അയോധ്യയിലാണ് എന്ന് രാമായണത്തെ തന്നെ റെഫറൻസായി വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലുമായിട്ട് വരുന്ന ഈ ചിത്രക്കൂട്ട് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. രാമനും ലക്ഷ്മണനും സീതയും ഒക്കെ ഏറെക്കാലം കഴിഞ്ഞിരുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു പ്രദേശമാണത്. അതും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേപ്പാളില് ഒരു സ്ഥലമുണ്ട്, അത് പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ജനക്പൂർ എങ്ങനെങ്ങാണ്ടാണ്, ജാനകപൂർ ആണോ ജനക്പൂർ ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സ്ഥലം അവിടെയുണ്ട്. അത് സീതാദേവിയുടെ ബർത്ത് പ്ലേസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചില എവിഡൻസുകളും അവിടെ നിന്ന് ആർക്കിയോളജി വകുപ്പിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നേപ്പാൾ തന്നെ ക്ലെയിം ചെയ്യുന്നുണ്ട് ബീഹാറിലല്ല, നേപ്പാളില് ഈ പറയുന്ന പ്രദേശത്താണ് സീതാദേവി ജനിച്ചത്. അതിന്റെ ആർക്കിയോളജിക്കൽ എവിഡൻസ് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന്. അവിടെ ഒരു സീതാദേവിയുടെ ക്ഷേത്രമൊക്കെ പരിപാലിക്കപ്പെടുന്നുണ്ട്. ഇനി ശ്രീലങ്കയിൽ രാവണനുമായി ബന്ധപ്പെട്ടുള്ള പല പ്രദേശങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് പിൽക്കാലത്ത്. ഉദാഹരണത്തിന് രാവണന്റെ കൊട്ടാരം നിലനിന്നിരുന്നു എന്ന് പറയുന്ന കോട്ടയും അത്തരം പ്രദേശങ്ങളും ഒക്കെ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. സിഗീരിയ എന്നാണ് അതിന്റെ പേരെന്ന് പറയുന്നത്. അതിന്റെ എവിഡൻസും കാര്യങ്ങളും ഒക്കെ ആർക്കിയോളജി വകുപ്പിന്റെ നിരീക്ഷണത്തിലും അവരുടെ പലതരത്തിലുള്ള റിസർച്ചിന്റെ ഭാഗമായിട്ടൊക്കെ കുറെ എവിഡൻസും കാര്യങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് അവർ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ശ്രീലങ്ക പറയുന്നത്. അതുപോലെ തന്നെ സീതാദേവിയെ കൊണ്ടിരുത്തിയെന്ന് പറയപ്പെടുന്ന ആ ഒരു ഗാർഡൻ, ആ ഒരു പൂന്തോട്ടം, അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ നമ്മുടെ കർണാടകയില് ഹംപി എന്ന് പറയുന്ന പ്രദേശത്ത് കിഷ്കിന്ദ, അതായത് ഈ നമ്മുടെ സുഗ്രീവന്റെ സാമ്രാജ്യം, വാനരന്മാരുടെ സാമ്രാജ്യം എന്ന് പറയുന്ന കിഷ്കിന്ധയുമായി ബന്ധപ്പെട്ടുള്ള എവിഡൻസും കാര്യങ്ങളും ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹനുമാന്റെ ബർത്ത് പ്ലേസ് എന്ന് പറയപ്പെടുന്ന ആഞ്ചനാദ്രി ഹില്ല് ഇപ്പോഴും നമുക്ക് കർണാടകയിൽ കാണാനായിട്ട് സാധിക്കും. ഓൾറെഡി എല്ലാവർക്കും അറിയാം രാം സേതു എന്ന് പറയുന്ന ഇന്ത്യയും ശ്രീലങ്കയും ബന്ധിപ്പിക്കുന്ന ആ ഒരു കടൽ മാർഗമുള്ള പാത, രാമസേതു, അത് ഓൾറെഡി നമ്മുടെ രാമായണത്തിൽ പറയുന്നതാണ്. അതും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്.
സോ ഇതിനകത്തൊക്കെ തർക്കങ്ങൾ പല റിസർച്ച് നടത്തിയിട്ടുള്ള ആൾക്കാർ ഉന്നയിക്കാറുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാര്യങ്ങളിലുമുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് കറക്റ്റായിട്ടൊരു ഒരു നിഗമനത്തിലേക്ക് എത്തുക വളരെ പ്രയാസമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. ഏത് വർഷമെന്ന് പോലും നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. കിട്ടുന്ന എവിഡൻസ് അനുസരിച്ച് ഇപ്പോൾ ഒരു 2000 വർഷം പഴക്കമുള്ള ഒരു എവിഡൻസ് കിട്ടിയാൽ ഇതിന് 2000 വർഷം പഴക്കമുണ്ടെന്ന് പറയുന്നു. ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു 3000 4000 വർഷം പഴക്കമുള്ള ഒരു എവിഡൻസ് കിട്ടിയാൽ അത് 2000 അല്ല, അത് 4000 വർഷം പഴക്കമുള്ളതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത്തരത്തിൽ നമ്മുടെ പര്യവേഷണങ്ങൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ കാലപ്പഴക്കം നമുക്ക് നിർണ്ണയിക്കാം. രാമായണം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇത്രയും ആയിരക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ ചിലപ്പോൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കാം എന്നുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ ഓരോരുത്തരും രാമായണം എഴുതുന്ന സമയത്ത് അവരുടേതായ ഭാവന കൂടി അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. വരാതിരിക്കാം. പക്ഷെ രാമായണം എന്ന് പറയുന്നത് ശരിക്കും നടന്നിട്ടുള്ള ഒന്ന് തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം രാമായണത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്ത് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അത് ലങ്കയാണെങ്കിലും ശരി, അത് സീതയുടെ ജന്മദേശമാണെങ്കിലും രാമന്റെ ജന്മദേശമാണെങ്കിലും അതേ തുടർന്ന് ഉണ്ടാവുന്ന ഓരോ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ പിൽക്കാലത്ത് പലതും ഏറെയതും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നടന്നൊരു സംഭവമാണ്. പക്ഷെ അതിനകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം സത്യമാണോ എന്ന് നമുക്ക് ഒരിക്കലും പറയാനും കണ്ടെത്താനും കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ഒരു 50 വർഷം മുമ്പത്തെ കാര്യമല്ല, ചിലപ്പോൾ 5000 അതിൽ കൂടുതലോ വർഷം മുമ്പത്തെ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായിട്ടും അത് എന്ന് നടന്നു എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിൽ പറയുന്ന കാര്യങ്ങൾ, അത്രയും സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. രാമനും രാവണനും സീതയും ഒക്കെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു, ജീവിച്ചിരുന്നു എന്നതിന് പ്രത്യേകിച്ച് ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. പക്ഷേ അത്തരം ഗ്രന്ഥങ്ങൾ പിൽക്കാലത്ത് കാലാകാലങ്ങളിൽ മാറ്റി എഴുതി ഇങ്ങോട്ട് വന്നതിനിടയിൽ അതിൽ കൂടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും തർക്കങ്ങൾ നിലനിൽക്കും. അതൊരിക്കലും അവസാനിക്കാനും പോകുന്നില്ല.